കേരളത്തിന്റെ പേടി സ്വപ്നമായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന ജലഭവം കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള വാർത്തകൾ. അണക്കെട്ടിന് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു, ചോർച്ച കാണാൻ തുടങ്ങിയിരിക്കുന്നു, ജലനിരപ്പ് ഉയരുന്നു എന്ന് തുടങ്ങി ഭീതിജനകമായ വാർത്തകളാണ് ദിവസം തോറും വന്നുകൊണ്ടിരിക്കുന്നത്. വാഗ്വാദങ്ങളും നിയമ പോരാട്ടങ്ങളും ഒരു ഭാഗത്ത്, കാര്യഗൗരവമില്ലായ്മയും പിടിവാശിയും മറുഭാഗത്ത്. എന്താണ് മുല്ലപ്പെരിയാർ? മുല്ലപ്പെരിയാറിന് എന്താണ് സംഭവിച്ചത്? കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. പീരുമേട് താലൂക്കിൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്നുദ്ഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാർ പെരിയാർ നദിയായി അറിയപ്പെടുന്നു. മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഓരോ തവണയും പെരിയാർ കേരളത്തിൽ പ്രളയം സൃഷ്ടിക്കുകയും എന്നാൽ തമിഴ്നാട് പ്രദേശങ്ങളിൽ വൈഗൈ നദി വറ്റി വരളുകയും അതിനോടനുബന്ധിച്ച് ആളുകൾ ജലക്ഷാമം അനുഭവിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ഒരു പരിഹാരം എന്ന രീതിയിൽ നിർമ്മിച്ച അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ബ്രിട്ടീഷുകാർ പൂർണ്ണമായും പിടിച്ചടക്കുകയും ഭരണം നടത്തി വരികയും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ 1870 ആകുമ്പോഴേക്കും തമിഴ്നാട് വലിയ തരത്തിലുള്ള ക്ഷാമം നേരിട്ടു. മറുഭാഗത്താകട്ടെ പ്രളയ സാധ്യതകളും. ഈ കാലത്താണ് 1874 ബ്രിട്ടീഷുകാർ അണക്കെട്ട് നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത്. ഇപ്പോൾ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ അണക്കെട്ട് സ്ഥാപിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂർ രാജാവിനെ കാണേണ്ടതായി വന്നു. അദ്ദേഹം ഏക്കർ ഒന്നിന് ഒരു വർഷത്തേക്ക് 5 രൂപ എന്ന നിരക്കിൽ 999 വർഷത്തേക്ക് വനഭൂമി വിട്ട് നൽകാൻ കരാറിൽ ഒപ്പുവെച്ചു. 1887 സെപ്റ്റംബറിൽ പെരിയാറിന് കുറുകെ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ 1895 പൂർണ്ണമായും അണക്കെട്ട് പണി കഴിയുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഇതോടെ തമിഴ്നാടിനും കേരളത്തിനും ആശ്വാസമായി. പിന്നീട് 1948 മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ചു. മുല്ലപ്പെരിയാറിന് ബലക്ഷയമുണ്ടെന്ന് മനസ്സിലാക്കി 1961 കാലഘട്ടങ്ങളിൽ മുല്ലപ്പെരിയാർ പുതുക്കി പണിയണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു ഫലവും കണ്ടില്ല. 1970 കേരളവും തമിഴ്നാടും സംയുക്തമായി കരാർ പുതുക്കി 5 രൂപ നിരക്കുള്ളത് വർഷത്തിന് 30 രൂപ നിരക്ക് ആക്കുകയും ചെയ്തു. അണക്കെട്ട് നിർമ്മിച്ച ജോൺ പെനിക്യുക് 50 വർഷമാണ് അണക്കെട്ടിന്റെ ആയുസ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴാകട്ടെ പറഞ്ഞ 50 വർഷത്തിൽ ഇരട്ടിയിലേറെ വർഷങ്ങളായി. പിന്നീട് 2010 കേരള സർക്കാരിന് വേണ്ടി IIT റൂർക്കെ അണക്കെട്ട് ബ്രീക്ക് അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഡാമിന്റെ റിസർവറിലേക്ക് അളവിൽ കൂടുതൽ വെള്ളം വരിക, ഡാം സ്ട്രക്ചറിനകത്തു കൂടിയുള്ള ചോർച്ച, റിക്ടർ സ്കെയിലിൽ 6ന് മുകളിൽ കൂടുതൽ ഉണ്ടാകുന്ന ഭൂകമ്പം, അണക്കെട്ടിന്റെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തുണ്ടാകുന്ന ശക്തമായ ഉരുൾപൊട്ടലുകളിൽ നിന്നും ഉടലെടുക്കുന്ന ഷോക്ക് വേവുകൾ തുടങ്ങിയ മൂലം അണക്കെട്ട് തകരാനുള്ള കാരണമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാറിന് മുകളിലായി കോൺക്രീറ്റ് പ്രസ് ട്രസ്റ്റിംഗ്, പ്രീ ടെൻഷനിങ്, ബാക്കപ്പ് ഫൗണ്ടേഷൻ എന്നിവ അണക്കെട്ട് ശക്തിപ്പെടുത്താനുള്ള പരിഹാരമായി സർക്കാർ ചെയ്തവയാണ്. കാലാവധി കഴിഞ്ഞിട്ടും മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 850 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന മുല്ലപ്പെരിയാർ തകർന്നാൽ സംഭവിക്കുന്ന അപകടത്തിന്റെ വ്യാപ്തി അത് നാം ഊഹിക്കുന്നതിലും അപ്പുറമുള്ളതാണ്. ഈ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് പരിഹാരങ്ങളുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. 128 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് പുതുക്കി പണിയുക, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കക്കി ഡാമിൽ നിന്നും 52 കിലോമീറ്റർ ഓവർഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ അത് മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാൻ സാധിക്കും. ഇതിന് ആകെ ചിലവ് വരുന്നത് 100 കോടി രൂപ മാത്രമാണ്. 3 മാസക്കാലം മാത്രമേ ഇത് പൂർത്തിയാക്കാൻ വേണ്ട കാലാവധി. തമിഴ്നാട് പ്രദേശങ്ങളിലാകട്ടെ കൂടുതൽ വെള്ളവും വൈദ്യുതിയും ലഭിക്കും. കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. പ്രകൃതി ദുരന്തങ്ങളെ പോലും തടുക്കാൻ മനുഷ്യന് ഇനിയും കഴിഞ്ഞിട്ടില്ല. മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നതിലാണ് കാര്യം.